വെൽക്കം ടു ദ നെക്സ്റ്റ് ലെസൺ ഓൺ സോളിഡ് സ്റ്റേറ്റ്. ഖരാവസ്ഥയെക്കുറിച്ചുള്ള അടുത്ത പാഠത്തിലേക്ക് സ്വാഗതം. ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് സ്റ്റഡീഡ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്, അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, crystal lattice and unit cell, 7 crystal systems, 14 Bravais lattices, number of particles in different cubic unit cells, close packing in crystals and packing efficiency. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഖര അവസ്ഥയുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചും അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡുകളെക്കുറിച്ചും വ്യത്യസ്ത തരം ക്രിസ്റ്റലൈൻ സോളിഡുകളെക്കുറിച്ചും ക്രിസ്റ്റൽ ലാറ്റിസ്, യൂണിറ്റ് സെൽ എന്നിവയെപ്പറ്റിയും 7 തരം ക്രിസ്റ്റൽ സിസ്റ്റംസിനെ കുറിച്ചും 14 തരം ബ്രവൈസ് ലാറ്റിസസിനെ കുറിച്ചും വ്യത്യസ്ത ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിളുകളുടെ എണ്ണം കണക്കാക്കുന്നതും ക്രിസ്റ്റലുകളിലെ ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ചും പാക്കിംഗ് എഫിഷ്യൻസിയെ പറ്റിയും നാം പഠിച്ചു. ഇൻ ഓർഡർ ടു ലിസൺ ദീസ് പ്രീവിയസ് ലെസൺസ് യു ക്യാൻ യൂസ് ദ ലിങ്ക് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. കഴിഞ്ഞ ക്ലാസ്സുകളെ വീണ്ടും കേൾക്കുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സ്റ്റഡീഡ് 2 ടൈപ്സ് ഓഫ് വോയിഡ്സ് ആൻഡ് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ ക്ലോസ് പാക്കിംഗ്. ആസ് എ കണ്ടിന്യൂവേഷൻ, ടുഡേ വി ആർ ഡിസ്കസിംഗ് സം കാൽക്കുലേഷൻസ് റിലേറ്റഡ് ടു റേഡിയസ് ഓഫ് വോയിഡ്സ്, റേഡിയസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് യൂണിറ്റ് സെൽ ഡയമെൻഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ 2 തരം വോയിഡുകളെക്കുറിച്ചും പാക്കിംഗ് എഫിഷ്യൻസിയെക്കുറിച്ചും നാം പഠിച്ചു. ഇതിൻ്റെ തുടർച്ചയായി യൂണിറ്റ് സെൽ ഡയമെൻഷൻസും പാർട്ടിക്കിളുകളുടെ റേഡിയസും വോയിഡുകളുടെ റേഡിയസും ഉൾപ്പെട്ട് വരുന്ന ചില കാൽക്കുലേഷൻസാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, വി ആർ ഗോയിങ് ടു ഡിറൈവ് എ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് octahedral വോയിഡ് ആൻഡ് റേഡിയസ് ഓഫ് പാർട്ടിക്കിൾ ഓർ ആറ്റംസ് ഇൻ ക്ലോസ് പാക്കിംഗ്. ആദ്യമായി ഒരു ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ റേഡിയസും അതുണ്ടാക്കിയിരിക്കുന്ന ഘടക പദാർത്ഥങ്ങളുടെ റേഡിയസും തമ്മിലുള്ള ഒരു ബന്ധം നിർദ്ധാരണം ചെയ്യാൻ പോവുകയാണ്. ഇൻ ദ ഗിവൺ ഫിഗർ യു ക്യാൻ സീ 4 spheres in a close packed structure. If we place 2 more spheres, one above and one below, we get an octahedron. So this figure represents the middle portion of an octahedral void. The shaded sphere in the figure represents an octahedral void. The radius of void is represented by small r and radius of the sphere is represented by capital R. തന്നിരിക്കുന്ന ചിത്രത്തിൽ 4 ഗോളങ്ങൾ ഒരു ക്ലോസ് പാക്കിങ്ങിൽ ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. ഇതിനു മുകളിലായി ഒരു ഗോളവും അടിയിലായി മറ്റൊരു ഗോളവും ക്രമീകരിച്ചാൽ ഒരു ഒക്ടാഹെഡ്രൺ നമുക്ക് ലഭിക്കും. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ചെറിയ സ്ഫിയർ ഒക്ടാഹെഡ്രൽ വോയിഡിനെ കുറിക്കുന്നു. ഇതിൽ സ്മോൾ ലെറ്റർ ആർ വോയിഡിൻ്റെ റേഡിയസിനെയും ക്യാപിറ്റൽ ലെറ്റർ ആർ സ്ഫിയറിൻ്റെ റേഡിയസിനെയും കുറിക്കുന്നു. കൺസിഡർ ദ ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി പരിഗണിക്കുക. അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പൈതഗോറസ് സിദ്ധാന്തമനുസരിച്ച് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഹിയർ 2 ഇൻറ്റു റേഡിയസ് ഓഫ് സ്ഫിയർ പ്ലസ് 2 ഇൻറ്റു റേഡിയസ് ഓഫ് വോയിഡ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റേഡിയസ് ഓഫ് സ്ഫിയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റേഡിയസ് ഓഫ് ദ സ്ഫിയർ ദ ഹോൾ സ്ക്വയർ. On simplifying, we get 2r plus 2r the whole square is equal to 8r square. Taking square root, 2r plus 2r is equal to root 8r or 2 root 2r. Square root എടുക്കുമ്പോൾ 2r plus 2r സമം 2 root 2r എന്ന് നമുക്ക് ലഭിക്കുന്നു. From this, 2r is equal to 2 root 2r minus 2r, which on simplification we get 2r is equal to 2r into 0.4 on 4. Dividing by 2, we get r is equal to 0.4 on 4r. ഇവിടെ റേഡിയസ് ഓഫ് വോയിഡ് ഈസ് ഈക്വൽ ടു 0.4 on 4 ഇൻറ്റു റേഡിയസ് ഓഫ് സ്ഫിയർ എന്ന് നമുക്ക് ലഭിക്കുന്നു. സിമിലർലി
For tetrahedraloid, radius of oid is equal to 0.225 r. ഇതുപോലെ ടെട്രാഹെഡ്രലോയിഡിന് റേഡിയസ് ഓഫ് ഓയിഡ് സമം 0.225 ഇൻറ്റു റേഡിയസ് ഓഫ് സ്ഫിയർ എന്ന് കണക്കാക്കാം. Now we can summarize the points we have discussed about tetrahedral and octahedraloids. Comparison between tetrahedral and octahedraloid. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ സംഗ്രഹിച്ച് ടെട്രാഹെഡ്രലോയിഡിനെയും ഒക്ടാഹെഡ്രലോയിഡിനെയും താരതമ്യം ചെയ്യാം. എ ടെട്രാഹെഡ്രലോയിഡ് ഈസ് സറൗണ്ടഡ് ബൈ 4 spheres and octahedraloid is surrounded by 6 spheres. Co-ordination number of tetrahedraloid is 4, while that of octahedraloid is 6. Tetrahedraloid is smaller in size, but octahedraloid is larger in size. For close packing of n spheres, there will be 2n tetrahedraloids and there will be n octahedraloids. A relation between radius of tetrahedraloid and the radius of atom in close packing is r is equal to 0.225 r, while this relation in octahedraloid is r is equal to 0.414 r. 4 ഗോളങ്ങൾ ചേർന്നുണ്ടാകുന്ന ഓയിഡാണ് ടെട്രാഹെഡ്രലോയിഡ്. എന്നാൽ ഒക്ടാഹെഡ്രലോയിഡ് ഉണ്ടായിരിക്കുന്നത് 6 ഗോളങ്ങൾ ചേർന്നാണ്. ടെട്രാഹെഡ്രലോയിഡിൻ്റെ കോഓർഡിനേഷൻ നമ്പർ 4ഉം ഒക്ടാഹെഡ്രലോയിഡിൻ്റേത് 6ഉമാണ്. ടെട്രാഹെഡ്രലോയിഡ് താരതമ്യേന ചെറുതും ഒക്ടാഹെഡ്രലോയിഡ് താരതമ്യേന വലിപ്പം കൂടിയതുമാണ്. n ഗോളങ്ങൾ ചേർന്നുണ്ടാകുന്ന ക്ലോസ് പാക്കിങ്ങിൽ 2n ടെട്രാഹെഡ്രലോയിഡുകളും n ഒക്ടാഹെഡ്രലോയിഡുകളും അടങ്ങിയിരിക്കുന്നു. ഓയിഡിൻ്റെ റേഡിയസും ഘടകപദാർത്ഥങ്ങളുടെ റേഡിയസും തമ്മിലുള്ള ബന്ധം ടെട്രാഹെഡ്രലോയിഡിൽ r is equal to 0.225 r-ഉം ഒക്ടാഹെഡ്രലോയിഡിൽ r is equal to 0.414 r-ഉം ആയിരിക്കും. നെക്സ്റ്റ് we are going to do some calculations involving unit cell dimensions. തുടർന്ന് യൂണിറ്റ് സെൽ അളവുകളുമായി ബന്ധപ്പെട്ടുള്ള ചില കാൽക്കുലേഷൻസ് നാം ചെയ്യാൻ പോവുകയാണ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ഓഫ് യൂണിറ്റ് സെൽ എ ആൻഡ് റേഡിയസ് ഓഫ് സ്ഫിയർ ആർ ഇൻ ഡിഫറൻറ്റ് ക്യൂബിക് ലാറ്റിസസ്. ഫോർ എ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ഇറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 2r. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ് എ ഈസ് ഈക്വൽ ടു 4r/√3 and for face centered cubic lattice it is a is equal to 2√2r. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യത്യസ്ത ക്യൂബിക് ലാറ്റിസുകളിലെ യൂണിറ്റ് സെല്ലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എയും ഘടകപദാർത്ഥങ്ങളുടെ റേഡിയസ് ആറും തമ്മിലുള്ള ബന്ധം നാം നിർദ്ധാരണം ചെയ്യുകയുണ്ടായി. സിമ്പിൾ ക്യൂബിക് ലാറ്റിസിൽ ഇത് എ ഈസ് ഈക്വൽ ടു 2r-ഉം ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസിൽ ഇത് എ ഈസ് ഈക്വൽ ടു 4r/√3-യും ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസിൽ ഇത് എ ഈസ് ഈക്വൽ ടു 2√2r-ഉം എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു ദിസ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ക് നമുക്കിനി ചെയ്യാം. അലുമിനിയം ക്രിസ്റ്റലൈസസ് ഇൻ ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. ഇറ്റ്സ് മെറ്റാലിക് റേഡിയസ് ഈസ് 125 picometer. 1. What will be the length of the side of the unit cell? 2. How many unit cells are there in 1 cubic centimeter of aluminium? അലുമിനിയം ഒരു ക്യൂബിക് ക്ലോസ് പാക്ഡ് ക്രിസ്റ്റൽ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ മെറ്റാലിക് റേഡിയസ് 125 picometer ആണ്. ഇതിലെ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ നീളം എന്തുമാത്രമായിരിക്കും? അലുമിനിയത്തിൻ്റെ ഒരു ഘന സെൻറ്റിമീറ്ററിൽ അടങ്ങിയിരിക്കുന്ന യൂണിറ്റ് സെല്ലുകളുടെ എണ്ണം എത്ര? ഫോർ CCP or FCC, the relation between edge length of unit cell A and the radius of sphere R is A is equal to 2√2r. ഒരു CCP അല്ലെങ്കിൽ FCC ലാറ്റിസിൽ യൂണിറ്റ് സെല്ലിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും പാർട്ടിക്കിളിൻ്റെ റേഡിയസും തമ്മിലുള്ള ബന്ധം A is equal to 2√2r ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഗിവൺ വാല്യൂസ്, തന്നിരിക്കുന്ന വിലകൾ നൽകിയാൽ we get A is equal to 2 into 1.414 into 125, that is equal to 353.5 picometer. 1 picometer is equal to 10 raised to minus 10 centimeter. So A is equal to 353.5 into 10 raised to minus 10 centimeter. Volume of the cubic unit cell A cube is equal to
353.5 into 10 raised to minus 10 the whole cube. ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ വ്യാപ്തം എ ക്യൂബ് സമം 353.5 ഗുണം 10 റൈസ് ടു മൈനസ് 10 ദ ഹോൾ ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.42 into 10 raised to minus 23 centimeter cube. Therefore, number of unit cells in 1 centimeter cube will be equal to 1 by 4.42 into 10 raised to minus 23. That is equal to 0.22624 into 10 raised to 23 or 2.2624 into 10 raised to 22. ഒരു സെൻറ്റിമീറ്റർ ക്യൂബിൽ അടങ്ങിയിരിക്കുന്ന യൂണിറ്റ് സെല്ലുകളുടെ എണ്ണം സമം 1/4.42 ഗുണം 10 റൈസ് ടു മൈനസ് 23 സമം 2.2624 ഗുണം 10 റൈസ് ടു 22. Now we are going to derive a relation for calculating density of a cubic solid. ഒരു ക്യൂബിക് സോളിഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു സമവാക്യം നിർദ്ധാരണം ചെയ്യാൻ പോവുകയാണ്. കൺസിഡർ എ സോളിഡ് സബ്സ്റ്റൻസ് വിത്ത് ഡെൻസിറ്റി ഡി. സാന്ദ്രത ഡി ഉള്ള ഒരു ഖരവസ്തു പരിഗണിക്കുക. ഡെൻസിറ്റി ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഡെൻസിറ്റി ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ്. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ ആശ്രയിക്കാതിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. സോ ഡെൻസിറ്റി ഓഫ് എ സോളിഡ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ഇറ്റ്സ് യൂണിറ്റ് സെൽ. അതിനാൽ ഒരു സോളിഡിൻ്റെ ഡെൻസിറ്റി തന്നെയായിരിക്കും അതിൻ്റെ യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി. ലെറ്റ് ഇറ്റ്സ് യൂണിറ്റ് സെൽ ബി ക്യൂബിക് വിത്ത് എഡ്ജ് ലെങ്ത് എ. ഈ ഖരവസ്തുവിൻ്റെ യൂണിറ്റ് സെല്ല് ക്യൂബിക് യൂണിറ്റ് സെല്ലാണെന്നും അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എ ആണെന്നും ഇരിക്കട്ടെ. ആൾസോ ലെറ്റ് ദ യൂണിറ്റ് സെൽ ഹാസ് ഇസഡ് പാർട്ടിക്കിൾസ് വിത്ത് മോളാർ മാസ് എം. ഈ യൂണിറ്റ് സെല്ലിൽ എം മോളാർ മാസുള്ള ഇസഡ് ഘടക പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്നും കരുതുക. We know that density is equal to mass by volume. നമുക്കറിയാം സാന്ദ്രത സമം മാസ് ഭാഗം വ്യാപ്തം. Once again, consider a solid substance with a density D. Let its unit cell be cubic with edge length A. Also let the unit cell has Z particles with a molar mass M. Then density of unit cell D is equal to mass of unit cell divided by volume of unit cell. യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി സമം യൂണിറ്റ് സെല്ലിൻ്റെ മാസ് ഭാഗം യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം. മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ യൂണിറ്റ് സെൽ ഇൻറ്റു മാസ് ഓഫ് എ പാർട്ടിക്കിൾ. ഇതിൽ യൂണിറ്റ് സെല്ലിൻ്റെ മാസ് ലഭിക്കാൻ യൂണിറ്റ് സെല്ലിലെ ഘടക പദാർത്ഥത്തിൻ്റെ മാസിനെ ആകെയുള്ള ഘടക പദാർത്ഥങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു എം. ബട്ട് മാസ് ഓഫ് എ പാർട്ടിക്കിൾ എം ഈസ് ഈക്വൽ ടു മോളാർ മാസ് എം ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ എൻ എ. മോളാർ മാസ് എന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിളുകളുടെ മാസാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതിനാൽ മോളാർ മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഭാഗിച്ചാൽ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് നമുക്ക് ലഭിക്കും. ദെർഫോർ മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു എം ബൈ എൻ എ. അതിനാൽ യൂണിറ്റ് സെല്ലിൻ്റെ മാസ് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിളുകളുടെ എണ്ണം ഇസഡ് ഗുണം ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് ദാറ്റ് ഈസ് എം ബൈ എൻ എ. ഇസഡ് ഇൻറ്റു എം ബൈ എൻ എ. വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു എ ക്യൂബ്. ക്യൂബിൻ്റെ വ്യാപ്തം എ ക്യൂബാണ്. മാസ് ഓഫ് യൂണിറ്റ് സെൽ and volume of unit cell can be substituted in the equation for density. Then we get density of unit cell D is equal to Zm by Na a cube. യൂണിറ്റ് സെല്ലിൻ്റെ മാസ്, വോളിയം എന്നിവ ഡെൻസിറ്റിയുടെ സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ D is equal to Zm by Na a cube എന്ന് ലഭിക്കുന്നു. Out of the 5 parameters D, Z, M, A and Na, if any 4 are known, we can determine the 5th. ഈ സമവാക്യത്തിലെ ഏതെങ്കിലും 4 പദങ്ങൾ നമുക്കറിയാമെങ്കിൽ അഞ്ചാമത്തേത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. Now we are going to discuss a few problems related to this equation. ഈ സമവാക്യവുമായി ബന്ധപ്പെട്ടുള്ള ചില കണക്കുകൾ നമുക്കിനി ചെയ്യാം. A metal forms cubic crystals. The mass of one unit cell of it is m by Na gram.
where m is the atomic mass of the metal and Na is the Avogadro number. What is the type of cubic unit cell possessed by the metal? ഒരു ലോഹം ക്യൂബിക് ക്രിസ്റ്റലുകളെ ഉണ്ടാക്കുന്നു. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മാസ് എം ബൈ എൻ എ ഗ്രാം ആണ്. ഇതിൽ എം അറ്റോമിക് മാസും എൻ എ അവഗാഡ്രോ നമ്പറുമാണ്. എങ്കിൽ ഈ മെറ്റലിൻ്റെ യൂണിറ്റ് സെൽ ഏത് തരത്തിലുള്ളതാണ്? ഇഫ് m is the atomic mass of the metal and Na is the Avogadro number, then m by Na is mass of one atom of the metal. m atomic massum Na Avogadro നമ്പറുമാണെങ്കിൽ m by Na ഒരു മെറ്റൽ ആറ്റത്തിൻ്റെ മാസിനെ കുറിക്കുന്നു. അതായത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ മാസാണ് അറ്റോമിക് മാസ്. അതിനാൽ അറ്റോമിക് മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരാറ്റത്തിൻ്റെ മാസ് ലഭിക്കുന്നു. എം ബൈ എൻ എ ഒരാറ്റത്തിൻ്റെ മാസിനെ കുറിക്കുന്നു. ഗിവൺ ദാറ്റ് ദ മാസ് ഓഫ് വൺ യൂണിറ്റ് സെൽ ഈസ് ഓൾസോ എം ബൈ എൻ എ. ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മാസം എം ബൈ എൻ എ ആണെന്നാണ്. ദാറ്റ് ഈസ് ദ യൂണിറ്റ് സെൽ ഹാസ് വൺ ആറ്റം. അതായത് യൂണിറ്റ് സെല്ലിൻ്റെ മാസ് തന്നെയാണ് ഒരു ആറ്റത്തിൻ്റെ മാസ്. അതിനാൽ യൂണിറ്റ് സെല്ലിൽ ഒരേ ഒരു ആറ്റം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. Z ഈസ് ഈക്വൽ ടു 1. സോ ഇറ്റ് ഈസ് എ പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. അതിനാൽ ഇത് ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. സെക്കൻഡ് പ്രോബ്ലം. സിൽവർ ഫോംസ് CCP lattice and X-ray studies of its crystals show that the edge length of its unit cell is 408.6 picometer. Calculate the density of silver. Given atomic mass of silver is equal to 107.9 U and Na is equal to 6.022 into 10 raised to 23. സിൽവർ ഒരു CCP ലാറ്റിസ് ഉണ്ടാക്കുന്നു. എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനത്തിലൂടെ ഇതിലെ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 408.6 പൈക്കോമീറ്റർ ആണെന്ന് കണക്കാക്കിയിരിക്കുന്നു. സിൽവറിൻ്റെ സാന്ദ്രത കണക്കാക്കുക. സിൽവറിൻ്റെ അറ്റോമിക മാസ് 107.9 യൂണിഫൈഡ് മാസം, അവഗാഡ്രോ നമ്പർ 6.022 ഗുണം 10 റൈസ് ടു 23 ആണെന്നും നൽകിയിരിക്കുന്നു. ഗിവൺ ഡേറ്റ. തന്നിരിക്കുന്ന വിവരങ്ങൾ. യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിളുകളുടെ എണ്ണം Z ഈസ് ഈക്വൽ ടു 4 സിൻസ് ദ യൂണിറ്റ് സെൽ ഈസ് CCP. മോളാർ മാസ് M ഈസ് ഈക്വൽ ടു 107.9 U, ദാറ്റ് ഈസ് ഈക്വൽ ടു 107.9 ഗ്രാം പെർ മോൾ. അവഗാഡ്രോ നമ്പർ Na ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10 റൈസ് ടു 23. എഡ്ജ് ലെങ്ത് ഓഫ് യൂണിറ്റ് സെൽ A ഈസ് ഈക്വൽ ടു 408.6 picometer. We know that 1 picometer is equal to 10 raised to minus 12 meter or 10 raised to minus 10 centimeter. Here we have to get density in gram per centimeter cube. So we take edge length of unit cell in centimeter. That is equal to 408.6 into 10 raised to minus 10 centimeter. ഇവിടെ ഡെൻസിറ്റി ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന യൂണിറ്റിലാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിനാൽ യൂണിറ്റ് സെല്ലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം സെൻറ്റിമീറ്റർ യൂണിറ്റിൽ നാം എടുക്കുന്നു. 408.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 10 സെൻറ്റിമീറ്റർ. വി ഹാവ് ദ ഇക്വേഷൻ ഫോർ ഡെൻസിറ്റി D ഈസ് ഈക്വൽ ടു ZM by NA A cube. Substituting the values, we get D is equal to 4 into 107.9 divided by 6.022 into 10 raised to 23 into 408.6 into 10 raised to minus 10 the whole cube. സമവാക്യത്തിൽ തന്നിരിക്കുന്ന വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ D is equal to 4 ഗുണം 107.9 ഭാഗം 6.022 ഗുണം 10 റൈസ് ടു 23 ഗുണം 408.6 ഗുണം 10 റൈസ് ടു മൈനസ് 10 the whole cube എന്ന് ലഭിക്കുന്നു. In order to simplify this, first we have to separate the powers of 10. ഇതിനെ ലഘൂകരിക്കുന്നതിനായി 10ൻ്റെ ഗുണിതങ്ങളെ ആദ്യം നാം കാൽക്കുലേറ്റ് ചെയ്യുന്നു. Here we can use the relations a raised to m the whole raised to n is equal to a raised to m into n. Also a raised to m into a raised to n is equal to a raised to m plus n. Then we get 4 into 107.9 divided by 6.022 into 408.6 the whole cube into 10 raised to minus 7, which is equal to 10.51 gram per centimeter cube. ഇത് കണക്കാക്കിയാൽ 10.51 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് ലഭിക്കും. നെക്സ്റ്റ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് ലെഡ് സൾഫൈഡ് ക്രിസ്റ്റൽ വിച്ച് ഈസ് FCC if the edge length of its unit cell is
500 picometer, Na is equal to 6.022 into 10 raised to 23, atomic mass of lead 207.9 and sulfur 32. FCC ക്രിസ്റ്റൽ ഉള്ള ലെഡ് സൾഫൈഡിൻ്റെ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 500 പൈക്കോമീറ്റർ ആണ്. അവഗാഡ്രോ നമ്പർ 6.022 into 10 raised to 23. ലെഡ്, സൾഫർ എന്നിവയുടെ അറ്റോമിക മാസുകൾ യഥാക്രമം 207.9 32 എങ്കിൽ ലെഡ് സൾഫൈഡിൻ്റെ സാന്ദ്രത കണക്കാക്കുക. Given data, number of particles in unit cell Z is equal to 4 since the unit cell is FCC. Molar mass M can be calculated by adding the atomic masses of lead and sulfur. That is 207.9 plus 32. That is equal to 239.9 gram per mole. Avogadro number is 6.022 into 10 raised to 23. Edge length of unit cell A is equal to 500 picometer, which is equal to 500 into 10 raised to minus 10 centimeter. We have the equation for density D is equal to Zm by Na A cube. Now we can substitute the values. D is equal to 4 into 239.9 divided by 6.022 into 10 raised to 23 into 500 into 10 raised to minus 10 the whole cube. On simplification, we get the result 12.75 gram per centimeter cube. ഡെൻസിറ്റിയുടെ സമവാക്യത്തിൽ തന്നിരിക്കുന്ന വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ഗുണം 239.9 ഭാഗം 6.022 ഗുണം 10⁻23 ഗുണം 500 ഗുണം 10⁻10 ദ ഹോൾ ക്യൂബ് എന്ന് ലഭിക്കുന്നു. ഇതിനെ ലഘൂകരിച്ചാൽ 12.75 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് ലഭിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലം. An element with a molar mass 2.7 into 10 raised to minus 2 kilogram per mole forms a cubic unit cell with edge length 405 picometer. If its density is 2.7 into 10 raised to 3 kilogram per meter cube, what is the nature of the cubic unit cell? 2.7 ഗുണം 10⁻2 കിലോഗ്രാം പെർ മോൾ മോളാർ മാസുള്ള ഒരു മൂലകം 405 പൈക്കോമീറ്റർ എഡ്ജ് ലെങ്തുള്ള ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിനെ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ സാന്ദ്രത 2.7 ഗുണം 10⁻3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. എങ്കിൽ ഈ ക്യൂബിക് യൂണിറ്റ് സെൽ ഏത് തരം ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്? Given data, molar mass equal to 2.7 into 10 raised to minus 2. Edge length of unit cell is 405 into 10 raised to minus 12 meter. Here, all the units are given in SI unit. So, we take edge length in meter. D is equal to 2.7 into 10 raised to 3 kilogram per meter cube. In order to identify the nature of cubic unit cell, we have to determine the number of particles in unit cell Z. If it is 1, the unit cell will be simple cubic. If it is 2, the unit cell will be body centered cubic. If it is 4, the unit cell will be face centered cubic, as we have discussed earlier. ഈ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു യൂണിറ്റ് സെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഘടക പദാർത്ഥങ്ങളുടെ എണ്ണം Z ആണ്. Z 1 ലഭിച്ചാൽ ആ യൂണിറ്റ് സെല്ല് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലായിരിക്കും. Z 2 ആണെങ്കിൽ അത് ബോഡി സെൻറ്റേഡ് ആയിരിക്കും. Z 4 ആണെങ്കിൽ ആ യൂണിറ്റ് സെല്ല് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലായിരിക്കും. ഇത് നേരത്തെ തന്നെ നാം പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. We have the equation for density D is equal to Zm by Na A cube. On rearranging, we get Z is equal to dNa A cube divided by M. ഡെൻസിറ്റിയുടെ സമവാക്യമായ D സമം Zm by Na A ക്യൂബിനെ റീഅറേഞ്ച് ചെയ്താൽ Z is equal to dNa A cube by M എന്ന് ലഭിക്കുന്നു. On substituting the values, we get 2.7 into 10 raised to 3 into 6.022 into 10 raised to 23 into 405 into 10 raised to minus 12 the whole cube divided by 2.7 into 10 raised to minus 2. ഇതിൽ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2.7 ഗുണം 10⁻3 ഗുണം 6.022 ഗുണം 10⁻23 ഗുണം 405 ഗുണം 10⁻−12 the whole cube ഭാഗം 2.7 ഗുണം 10⁻−2 എന്ന് ലഭിക്കുന്നു. ഓൺ സിംപ്ലിഫിക്കേഷൻ വി ഗെറ്റ് ദ വാല്യൂ ആസ് 4. ഇതിനെ ലഘൂകരിച്ചാൽ Z 4 എന്ന് നമുക്ക് ലഭിക്കുന്നു. സിൻസ് Z is equal to 4, the unit cell is FCC or CCP. Zൻ്റെ വില 4 ആയതിനാൽ ആ യൂണിറ്റ് സെല്ല് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്ഡ് ആണെന്ന് മനസ്സിലാക്കാം. Another problem, an element crystallizes as
FCC with a density 2.8 gram per centimeter cube. Its unit cell has edge length 4 into 10 raised to minus 8 centimeter. Calculate the molar mass of the element. Given Avogadro number is equal to 6.022 into 10 raised to 23 per mole. ഒരു മൂലകം 2.8 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് സാന്ദ്രതയോടുകൂടെ FCC ക്രിസ്റ്റൽ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ യൂണിറ്റ് സെല്ലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 4 × 10⁻⁻8 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ ആ മൂലകത്തിൻ്റെ മോളാർ മാസ് കണക്കാക്കുക. അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 പെർ മോൾ ആണ്. ഗിവൺ ഡേറ്റ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ യൂണിറ്റ് സെൽ Z is equal to 4 since the unit cell is FCC. Density D is equal to 2.8 gram per centimeter cube. Edge length A is equal to 4 into 10 raised to minus 8 centimeter. We have to calculate molar mass M. We have density of unit cell D is equal to Zm by NaA cube. On rearranging, M is equal to dNaA cube by Z. Density D സമം Zm by NaA cube എന്ന സമവാക്യത്തെ റീഅറേഞ്ച് ചെയ്താൽ മോളാർ മാസ് M is equal to dNaA cube by Z എന്ന് ലഭിക്കുന്നു. On substituting the values, we get M is equal to 2.8 into 6.022 into 10 raised to 23 into 4 into 10 raised to minus 8 the whole cube divided by 4. ഇതിൽ തന്നിരിക്കുന്ന വിലകൾ നൽകിയാൽ M സമം 2.8 ഗുണം 6.022 ഗുണം 10⁻23 ഗുണം 4 ഗുണം 10⁻8 the whole cube ഭാഗം 4 എന്ന് ലഭിക്കുന്നു. On simplification, we get molar mass as 26.98. ഇതിനെ ലഘൂകരിച്ചാൽ മോളാർ മാസ് സമം 26.98 എന്ന് ലഭിക്കുന്നു. Another one problem. Niobium crystallizes in body-centered cubic structure. If density is 8.55 gram per centimeter cube, calculate atomic radius of niobium using its atomic mass 93U. Niobium body-centered cubic ക്രിസ്റ്റലിനെ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ സാന്ദ്രത 8.55 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. നിയോബിയത്തിൻ്റെ അറ്റോമിക മാസ് 93 യൂണിഫൈഡ് മാസ് ആണെങ്കിൽ അതിൻ്റെ അറ്റോമിക് റേഡിയസ് കണ്ടുപിടിക്കുക. ഗിവൺ ഡേറ്റ, ഫോർ BCC Z is equal to 2. Density D is equal to 8.55 gram per centimeter cube. Molar mass of niobium M is equal to 93 gram per mole. First, we are going to calculate edge length of unit cell of niobium A. On rearranging the equation for density, we get A cube is equal to Zm by NaD. സാന്ദ്രതയുടെ സമവാക്യത്തെ റീഅറേഞ്ച് ചെയ്താൽ യൂണിറ്റ് സെല്ലിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തിൻ്റെ ക്യൂബ് A cube is equal to Zm by NaD എന്ന് ലഭിക്കുന്നു. On substituting the given values, A cube is equal to 2 into 93 divided by 6.022 into 10 raised to 23 into 8.55. നൽകിയിരിക്കുന്ന വിലകൾ ഈ സമവാക്യത്തിൽ കൊടുത്താൽ A cube is equal to 2 ഗുണം 93 ഭാഗം 6.022 ഗുണം 10⁻23 ഗുണം 8.55 എന്ന് ലഭിക്കുന്നു. On simplification, we get 36 into 10 raised to minus 24 centimeter cube. ഇതിനെ ലഘൂകരിച്ചാൽ 36 ഗുണം 10⁻24 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് ലഭിക്കുന്നു. From this, we can calculate edge length of unit cell A by taking cube root of this value. Then we get A is equal to 3.3 into 10 raised to minus 8. ഈ ലഭിച്ച വിലയുടെ ക്യൂബ് റൂട്ട് എടുത്താൽ യൂണിറ്റ് സെല്ലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം A 3.3 ഗുണം 10⁻8 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കുന്നു. ഫോർ BCC, we have derived the relation between edge length of unit cell and the radius of sphere as A is equal to 4r by root 3. From this, radius of atom R is equal to root 3a by 4. On substituting, R is equal to root 3 into 3.3 into 10 raised to minus 8 divided by 4. ഒരു BCC യൂണിറ്റ് സെല്ലിലെ ഒരു വശത്തിൻ്റെ നീളവും ഘടകപദാർത്ഥത്തിൻ്റെ റേഡിയസും തമ്മിലുള്ള ബന്ധം A സമം 4r by root 3 ആണ്. ഇതിൽ നിന്ന് റേഡിയസ് ഓഫ് പാർട്ടിക്കിൾ R is equal to root 3a by 4 എന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. Substituting the values, R is equal to root 3 into 3.3 into 10 raised to minus 8 divided by 4, which is equal to 1.4289 into 10 raised to minus 8 centimeter. ഇതിന് വിലകൾ നൽകിയാൽ
നിയോബിയത്തിൻ്റെ അറ്റോമിക് റേഡിയസ് 1.428 ഗുണം 10⁻⁻8 സെൻറ്റിമീറ്റർ എന്ന് കണക്കാക്കാം. ട്രൈ ടു സോൾവ് ദ പ്രോബ്ലംസ് ഗിവൺ ആസ് റിവിഷൻ ക്വസ്റ്റ്യൻസ്. റിവിഷൻ ക്വസ്റ്റ്യൻസായി നൽകിയിരിക്കുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായി ശ്രമിക്കുക.